പ്രേക്ഷകർക്കൊപ്പം സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയുമാണ് ഇനി ചേരുക. സ്മിത, പ്രവിത, അവിടെ മുഴുവൻ ആഘോഷമാണ്, കളർഫുൾ ആണ് എന്നുള്ള കാര്യം അറിയാം. മത്സരത്തിൻ്റെ ആവേശം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷവും ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷവും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അനുഭവം? പിന്നെ കൂടുതൽ കലോത്സവ കാഴ്ചകൾ നിങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാനും പോവുകയാണ്. റീജിത്ത്, ആദ്യം തന്നെ പറയേണ്ടത് ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പം കൂളിംഗ് ഗ്ലാസും അപ്പം ആ വെയിലത്ത് നമ്മളോടൊപ്പം ഇപ്പം ചേരാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു പൂരക്കളി സംഘം ചേരുന്നുണ്ട്. ഇത് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളാണ്. പൂരക്കളി മത്സരത്തിന് ശേഷം ആൺകുട്ടികൾക്കേ ഉള്ളൂ പൂരക്കളി അവർക്ക് മാത്രമേ ഉള്ളൂ. നല്ല കളർഫുൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. റിജിത്തെ, അവരും ഒരുപാട് ചൂട് കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരെ അധികം നേരം നമ്മൾ ഇനി ചൂടത്ത് നിർത്തുന്നില്ല. ആദ്യം നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് അവരെ പരിചയപ്പെടാം. തുടങ്ങാം. നല്ല തീരത്ത് മുങ്ങിപ്പുഴിയും മാറിക്കൊണ്ട് കൂളിച്ചു നന്നായി നിങ്ങൾ വെയിലൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ക്ഷീണിച്ചിട്ടാ കളിക്കാന്ന്. നല്ല എനർജി ലെവലായിരുന്നു. നല്ല എനർജി ലെവലാണ്. ഇവരുടെ സ്കൂൾ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. പാലക്കാട് എന്നുള്ള സ്കൂളാണ് അല്ലേ? ആലത്തൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എല്ലാ തവണയും നിങ്ങളുടെ പെർഫോമൻസസ് അടിപൊളിയാണ്. കപ്പടിക്കുന്നുള്ള ഉറപ്പായും കപ്പടിക്കും. അതെ, ഗുരുകുലം സ്കൂളിനെ പറ്റി പ്രത്യേകം പറയണം. കാരണം എനിക്ക് തോന്നുന്നു വർഷങ്ങൾ മുൻപ് തന്നെ ഈ സ്കൂൾ ഇങ്ങനെ കലാപരമായ പ്രോത്സാഹനം നൽകി കുട്ടികളെയും കൊണ്ട് വരുന്നതാണ് അല്ലേ മത്സരത്തിന്. നിങ്ങളുടെ ആ ടീച്ചേഴ്സിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? എത്രയോ തലമുറകൾ അല്ല, എത്രയോ വർഷം മുന്നേ മത്സര രംഗത്ത് സജീവമായിട്ടുള്ള സ്കൂളാണ്. ഞാൻ ഇവരോട് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര നാളാണ് ഇത് പരിശീലിക്കുന്നത്? 6 മാസത്തോളം. 6 മാസം. ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിലും ഈ പൂരക്കളി അല്ലെങ്കിൽ ഒരു കലയിലെ പരിശീലനം ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ മത്സരങ്ങൾക്ക് പോകും. നിങ്ങൾ അങ്ങനെയാണോ അതോ മത്സരിക്കാൻ വേണ്ടി വന്നതാണ്? നിലച്ചിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും അല്ലേ? നല്ല ക്ഷീണമുണ്ടല്ലേ, വെയിലുണ്ട്. മോന്റെ പേരെന്താ? അഗ്നി, അമിത്, അഭിനന്ദ്, ആദിത്യൻ, മനു, ഡാനിഷ്, റസൽ, വൈഷ്ണവ്, അമൽദേവ്, ആകാശ്, അഭിനവ്. അവരുടെ പേരുകൾ അറിഞ്ഞു അല്ലേ? നമ്മള് നല്ല രസമുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്കും ഇഷ്ടപ്പെട്ടു. അതെ, അപ്പൊ ഇനിയും ഇങ്ങനെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒന്നാം വേദിയിൽ ഒപ്പന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നല്ല അടിപൊളി പെർഫോമൻസ് നടക്കുന്നുണ്ട്. നാടോടി നൃത്ത മത്സരം നടക്കുന്നുണ്ട്. നാടകവേദി സജീവമാണെന്നാണ് അറിഞ്ഞത് അല്ലേ? ഒപ്പനയിലേക്ക് നമുക്ക് പോവാം.